ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 10 ശ്ലോകം 8. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിപ്രക്രിയ. അതിൽ മരീചി, അത്രി, അങ്കിരസ്, ഋതുമുനി, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ മുതലായവരുടെ ഉൽപ്പത്തി വിവരിച്ചു. ഇനി ബാക്കിയുണ്ടായ സൃഷ്ടിപ്രക്രിയ വിവരിക്കണം. ധർമാദികാനഭിസുജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോ ഭൂത് ത്വൽബോധിതേ സനകദക്ഷമുഖൈസ്തനൂജൈ ഉത്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ജൻ. ധർമാദികാൻ അഭിസൃജൻ ഹത കർദമം ച വാണിം വിധായ വിധിഃ അംഗജസങ്കുലഃ അഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ ഉത്ബോധിതഃ ച വിരരാമ തമോ വിമുഞ്ജൻ. ധർമാദികാനഭിസുജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോ ഭൂത് ത്വൽബോധിതേ സനകദക്ഷമുഖൈസ്തനൂജൈ ഉത്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. അത ധർമാദികാൻ അനന്തരം ധർമ്മദേവൻ കർദമം ച അഭിസൃജൻ മുതലായവരെയും കർദമനെയും സൃഷ്ടിച്ചുകൊണ്ട് വാണിം വിധായ സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ വിധിഹി ബ്രഹ്മാവ് അംഗജസങ്കുലഃ അഭൂത് കാമപരവശനായി തീർന്നു. ത്വൽബോധിതേഹി നിദ്രയോടിയുടെ പ്രേരണയാൽ സനകദക്ഷമുഖേഹി സനകൻ ദക്ഷൻ തുടങ്ങിയ തനൂജേഹി മക്കൾ ഉത്ബോധിത ഓർമ്മപ്പെടുത്തിയതിനാൽ തമഹാ വിമുഞ്ചൻ അജ്ഞാനത്തെ വെടിഞ്ഞ് വിരരാമാച അകൃത്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അനന്തരം ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചുകൊണ്ട് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് കാമപരവശനായി തീർന്നു. നിന്ദ്രവടിയുടെ പ്രേരണയാൽ സനകൻ ദക്ഷൻ തുടങ്ങിയ മക്കൾ ഓർമ്മപ്പെടുത്തിയതിനാൽ അജ്ഞാനത്തെ കൈവെടിഞ്ഞ് അകൃത്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. മഹാന്മാർക്കും തമോബാധം ഉണ്ടാകാമെന്നും ഉചിതമായ ഉപദേശം ബാലന്മാരിൽ നിന്നായാലും സ്വീകാര്യമാണ് എന്നും ഇവിടെ സൂചിപ്പിച്ചു. ധർമാദികാനഭിസുജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോ ഭൂത് ത്വൽബോധിതേ സനകദക്ഷമുഖൈസ്തനൂജൈരുത്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ധർമാദികാനഭിസുജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോ ഭൂത് ത്വദ്ബോധിതേ സനകദക്ഷമുഖൈസ്തനൂജൈ ഉത്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ധർമാദികാനഭിസുജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോ ഭൂത് ത്വൽബോധിതേ സനകദക്ഷമുഖൈസ്തനൂജൈ ഉത്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.